ഡാർക്ക് നെറ്റ് വഴി ലഹരിക്കടത്ത് നടത്തിയ കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. ലഹരി കച്ചവടത്തിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുക. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് പട്ടിക തയ്യാറാക്കിയത്. തുടക്കത്തിൽ 3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കളായിരിക്കും കണ്ടുകെട്ടുക. ഇന്റർനെറ്റിന്റെ ക്രൈം അറയായ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്തിൽ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രധാനിയിലേക്കടക്കം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എത്തിയിരുന്നു. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വാഴക്കാല സ്വദേശിയെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിനിടെയാണ് സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ NCB ഊർജിതമാക്കിയത്. ഇതിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി. നിലവിൽ NCB റിമാൻഡ് ചെയ്തിരിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ, അരുൺ തോമസ്, ഡിയോൺ, അഞ്ജു എന്നിവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത്. പാഞ്ചാലിമേട്ടിൽ പ്രതികൾ പങ്കാളിത്തത്തോടെ തുടങ്ങിയ റിസോർട്ട് അടക്കമുള്ളവയും ഇതിൽ പെട്ടേക്കും. തുടക്കത്തിൽ 3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടുക. ഇതിനു മുന്നോടിയായി സ്വത്തുക്കൾ തരംതിരിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. കേസിൽ പിടിയിലായ 4 പേരും മുൻ പരിചയക്കാരാണ്. കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരുമാണ്. ഇതുവരെ ലഹരി കച്ചവടത്തിലൂടെ 10 കോടി രൂപ സമ്പാദിച്ചെന്നാണ് എഡിസൺ NCBക്ക് നൽകിയ മൊഴി. വീടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ അടക്കം ലഹരിപ്പണം ഒഴുക്കിയെന്ന സംശയവും NCBക്കുണ്ട്. ഇതിനു പുറമെ കോടികൾ വില വരുന്ന ബിറ്റ്കോയിൻ ഇടപാടുകളുടെ തെളിവും NCBക്ക് ലഭിച്ചിരുന്നു. ലഹരിക്കടത്ത് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി 25 കോടിയുടെ ഡീലിനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഘം വലയിലായത്. 25 കോടിയുടെ ലഹരി വസ്തുക്കൾ ഇന്ത്യയിലെത്തിച്ച് ആവശ്യക്കാരന്റെ മേൽവിലാസവും വിൽക്കുന്നവന്റെ മേൽവിലാസവും ഒരിക്കലും പുറത്തുവരാത്ത രീതിയിൽ ക്രമീകരിച്ച കെറ്റാമെലോൺ എന്ന പേരിൽ ഡാർക്ക് വെബിലൂടെ വിൽക്കാനായിരുന്നു പദ്ധതി. ഈ ഡീലോടെ പണി നിർത്താനുമായിരുന്നു തീരുമാനം. 24 കൊച്ചി.